ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ 50% വരെ ഡിസ്കൗണ്ട്. 2.5% പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ. വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഞാൻ മായ. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം നഗരസഭയിലെ 26-ാം വാർഡായ ശാന്തിനഗറിൽ കാലവർഷം ശക്തി പ്രാപിച്ചാൽ വീടുകളിൽ വെള്ളം കയറുമെന്ന ആശങ്കയിൽ പരിസരവാസികൾ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 26-ാം വാർഡ് കൗൺസിലർ സ്ഥലം സന്ദർശിച്ചു. ഒറ്റപ്പാലം ജാസ് തിയേറ്ററിന് സമീപത്തുള്ള ശാന്തിനഗർ പ്രദേശത്തെ 65ഓളം വരുന്ന കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വെള്ളം വീടുകളിലേക്ക് കയറുന്നത് മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് സമീപത്തെ കുടുംബങ്ങൾ പറയുന്നു. വീടുകൾക്ക് ബലക്ഷയവും ടയറുകൾ ഇളകി നാശം സംഭവിക്കുന്നതും മഴക്കാലത്തെ വെള്ളക്കെട്ട് കാരണം രൂക്ഷമാണ്. തോടുകളിൽ ഒഴുക്ക് തടസ്സം മാറ്റാനുള്ള നടപടിക്രമങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും കാലവർഷത്തിനു മുൻപ് തന്നെ ഉണ്ടായില്ലെങ്കിൽ സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. തോട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയ മരങ്ങൾ ഇപ്പോഴും തോട്ടിൽ തന്നെ കിടക്കുന്ന അവസ്ഥയാണ്. കണ്ണിയമ്പുറം പാലത്തിനും റെയിൽവേ പാലത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് പ്രശ്നം കൂടുതലായിട്ടുള്ളതെന്ന് പരിസരവാസികൾ പറയുന്നു. ഞങ്ങൾ നിരവധി പ്രാവശ്യം നഗരസഭയായിട്ട് ബന്ധപ്പെട്ടിട്ട് CMO പോർട്ടലിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ജില്ലാ കളക്ടർ ത്രൂ ADM തഹസിൽദാർ വില്ലേജ് ഓഫീസർ അത് കഴിഞ്ഞ് മുനിസിപ്പൽ സെക്രട്ടറി വരയ്ക്ക് ഈ ലെറ്ററുകളെല്ലാം മഴ എത്തുന്നതിന് വളരെ മുന്നേ തന്നെ എല്ലാം പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താണ്. എന്നിട്ടും എവിടേക്കോ ചില പാകപ്പിഴകൾ വന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന് എങ്കിലും എത്രയും വേഗം ഒരു പരിഹാരം കണ്ടിട്ട് വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കി തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് നഗരസഭാ അധികൃതരോട്. മഴക്കാലം ശക്തി പ്രാപിച്ചാൽ ശാന്തിനഗർ പ്രദേശത്തെ ആളുകൾ താമസം മാറ്റേണ്ടി വരുമെന്ന ആശങ്കയിലാണ്. ജനങ്ങളുടെ ആശങ്കയിൽ നഗരസഭ എത്രയും പെട്ടെന്നൊരു നടപടി കൈക്കൊള്ളണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 26-ാം വാർഡ് കൗൺസിലർ സ്ഥലം സന്ദർശിച്ചു. മഴക്കാലം ശക്തമാകുന്നതിന് മുൻപ് തോട്ടിലെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന മരങ്ങളും ചപ്പുചവറുകളും നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് വാർഡ് കൗൺസിലർ ആതിര നാരായണൻ ACV ന്യൂസിനോട് പറഞ്ഞു. ഇത് ശരിക്കും നഗരസഭയും ചെയർപേഴ്സണും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ഈ ഒരു ഭാഗത്തുള്ള ആളുകളോട് ഉയർത്തുന്ന ഒരു വെല്ലുവിളി തന്നെയാണത്. കാരണം ഇനിയും ഈ ഒരു പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഇനി അടുത്ത ആഴ്ചയിലോ അടുത്ത ദിവസങ്ങളിലോ മഴ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് വെള്ളം കയറും. വെള്ളപ്പൊക്ക സാധ്യത അത്യധികം ഉള്ളൊരു ഭാഗമാണിത്. ഈ ഭാഗത്ത് തീർച്ചയായിട്ടും വെള്ളം കയറുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. എന്നിട്ട് പോലും നഗരസഭ ഈ ഒരു കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം വളരെയധികം വേദനാജനകമാണ്. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും തോടിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഒരുപാട് മരങ്ങൾ വെട്ടി തോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണും മണലും എല്ലാം അടിഞ്ഞ് വെള്ളം ഒഴുകാൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ തോടിൻ്റെ അവസ്ഥ ഉള്ളത്. എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിനൊരു നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിന്ന് ചെയർപേഴ്സണെയും സെക്രട്ടറിയെയും കാണുന്നതിന് വേണ്ടി നഗരസഭയിൽ പോയിട്ടുണ്ടായിരുന്നു. താമസിയാതെ തന്നെ തുടങ്ങാം, ഇന്ന് സാധിക്കില്ല, ഇനി താമസിയാതെ തന്നെ തുടങ്ങാം എന്നുള്ളൊരു ഉറപ്പ് നമുക്കിതുവരെ തന്നിട്ടുണ്ട്. പക്ഷേ എന്ന് തുടങ്ങുമെന്നുള്ള കാര്യത്തിനൊന്നും നമുക്കിതുവരെ അറിയില്ല. ഇനി അത് തുടങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനൊന്നും യാതൊരു ഉറപ്പ് നഗരസഭ ഇതുവരെയായിട്ടും തന്നിട്ടില്ല. ഇനിയും ഇവർ നീട്ടിക്കൊണ്ടുപോകാനാണ് സാധ്യത കാണുന്നതെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷമായിട്ടുള്ള സമരങ്ങളിലേക്ക് ഇറങ്ങാനാണ് ഞങ്ങളുടെ ഈ ഭാഗത്തുള്ളവരുടെ എല്ലാവരുടെയും തീരുമാനം.